ഒരു പ്രാവശ്യം തന്നെ 2 ഉംറ 3 ഉംറ 4 ഉംറ എല്ലാം ചെയ്തിട്ടുണ്ട്. നബീന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ എല്ലാം ഉംറ ഇക്സാറാക്കിയിട്ടുണ്ട്. 11-ാം വരി കണ്ട 37-ാം പേജ് 11-ാമത്തെ വരിയിൽ അക്ഷരത്തെറ്റുണ്ട്. ഉംറ ചെയ്ത കണക്ക് വൽ യുസന്നുൽ ഇക്സാറു മിൻഹ 11-ാം വരി فليسن الإكثار منها لأنه صلى الله عليه وسلم يعتمر في عام مرتين وكذلك عائشة അതിന്റെ അപ്പുറം وابن عمرو അമ്ര അബ്ദുല്ലാഹി ഇബ്നു ഉമർ ബാബന്തിരി ബാബ് അപ്പുറം വേണ്ടുന്ന ബാബാണ്. വഫീലുഹാ ഫി യൗമി അറഫ വയൗമൻ നഹർ ലൈസ ബിഫാദിലിൻ. അപ്പൊ ഈ ബാബ് തെറ്റാണ്. ഇവന് അമ്രല്ല, ഇവന് ഉമർ. ബാബ് വെട്ടണം. മക്കയിൽ എത്തിപ്പെട്ടവർക്ക് ഹജ്ജിനും ഉംറക്കുള്ള മീഖാത്ത് നഫ്സു മക്ക, മക്ക ഷരീഫ് തന്നെയാണ്. ഒരു ഖീല പറയുന്ന കുല്ലുൽ ഹറാം, മക്കയെ കാണ 10 ഇരട്ടി വലുപ്പമാണ് ഹറം. ഹറമിൽ എവിടെയും ആകാം. ഉള്ളിൽ അരിയൂർക്ക് പോലെ മക്ക എന്ന് പറഞ്ഞതൊരു നാട്, അതിനൊരു നാട്. അങ്ങനെയാകുമ്പോ ഹറം കുറേ ഉണ്ടാവും. അത് മുഴുവനും ഇഹ്റാം കെട്ടാനുള്ള സ്ഥലമാണെന്ന് പോലും. ഏതുകൊണ്ട് ടൈറ്റാക്കണ്ട? എന്തേ? കുല്ലുൽ ഹറം സമമാണ് മക്കയോടൊപ്പം ബഹുമതിയുടെ വിഷയത്തിൽ. മുത്തലഖായ സുന്നത്ത് നമസ്കാരം ഏത് സമയത്തും പറ്റും. അത് മക്കയിൽ മാത്രമാണോ? പവിത്രതന്റെ വിഷയത്തിൽ മക്കൾക്കുള്ള എല്ലാ ബഹുമാനവും എവിടെയുണ്ട്? മൊത്തം കിട്ടുന്നുണ്ട്. ഈ ഖീലയെ തട്ടുന്നു. തമയ്യുസുഹ, മക്ക ഷരീഫ് സ്റ്റാൻഡേർഡ് പ്രാപിച്ചിരിക്കുന്നു. അലൈഹി കുല്ലുൽ ഹറമിനേക്കാൾ ബിഅഹ്കാമിൻ ഉഖർ, എത്രയോ മസലയിൽ മക്ക ഷരീഫിന്റെ വിധിയല്ല എവിടെ. മക്ക ഷരീഫ് തമയ്യുസായിട്ടുണ്ട് ജമിഉൽ ഹറമിനെ തൊട്ട് നിരവധി വിഷയത്തിൽ. അപ്പൊ അതിൽപ്പെട്ട ഒന്ന് ഇത് കുട്ടിക്കോ ഏറാൻ കെട്ടാൻ പാടില്ല. വലാ ഹുജ്ജത ലഹു, കുല്ലുൽ ഹറമാണെന്ന് പറയുന്നവർക്ക് തെളിവാക്കാൻ കഴിയൂല. ഒരു തെളിവാക്കിന് ഈ ഹദീസാണ്. ഫാഹിലൽനാ മിനൽ അബ്തഹീൻ, മിനൽ അബ്തഹീൻ. മക്കയിൽ നിന്ന് എത്രയോ കിലോമീറ്റർ ദൂരെയാണ് അബുത്തഹ്. ഈ ഹദീസ് പിടിച്ചിട്ടാണ് അവർ ഖീല ഉണ്ടാക്കിയത്. അത് തെളിവാക്കാൻ പറ്റൂല. ഏത് വാക്ക്? വലാ ഹുജ്ജത ലഹു, കുല്ലുൽ ഹറം എന്ന് പറഞ്ഞവർക്ക് ഫീ ഖബരി ഫാഹിലൽനാ, നാം ഇഹ്റാം കെട്ടിയത് മിനൽ അബ്തഹീൻ. മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ് ജാബിർ എന്നവരെ തൊട്ട്. അബ്തഹ് എന്ന് പറഞ്ഞാലോ ചെറിയ ചെറിയ കല്ലുകൾ അമർത്തിയതായ പ്രദേശം. അബ്തഹ് മക്ക, മക്കയിലേക്ക് ചേർക്കപ്പെടും, മിനയിലേക്കും ചേർക്കപ്പെടും. മക്കയിൽ നിന്ന് മിനയുടെയും ഇടയിലാണ് ഏത്? ഒറ്റ സെന്ററിലാണ്. മക്കയിൽ നിന്ന് കുറേ ദൂരം പോയ അബുത്തഹായി, അബുത്തഹയിൽ നിന്ന് കുറേ ദൂരം പോയ മിനിയായി. തുല്യ ദൂരാണ്. ഒറ്റ മർക്കസാണ് ഏത്? അബുത്തഹ് അല്ലേ? ഒരല്പമെങ്കിലും മിനയിലേക്കാണ് അക്രബ്. ഈ അബുത്തഹ് എന്ന് പറഞ്ഞത് തന്നെയാണ് മുഹസ്സബ് എന്ന് പറഞ്ഞത്. അസ്ലം വലാ കാനൽ മുഹസ്സബു യുഖ്സദു. മുഹസ്സബ് ഇത് മക്ക ഷരീഫ് അല്ലല്ലോ. ഖൈഫ് ബനി കിനാന കണ്ട, രാജ്യത്തിന്റെ കടപ്പാ പഠിക്കണ്ടി. അതിനെല്ലാം മക്കത്ത് പോകണം. മക്കയിൽ നിന്ന് നടന്നാൽ മതി. 4-5 കിലോമീറ്റർ നടന്നാൽ മുഹസ്സബ് കാണും. അതാ അബുത്തഹ്. ആടെയാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പിറന്നു വീണ സ്ഥലമാണത്. ഒറിജിനൽ ഈ മക്കയിലല്ല, അങ്ങോട്ടാണ്. അഷ്റഫി
الصلاة على النبي والصلاة على الرسول الشفيع അബു തഹി വൽ ഹബീബുൽ അറബി. അബു തഹിയായ നബി. കണ്ട എന്താണ് ഇത് തെളിവാക്കിക്കൂടാ? ഇഹ്തിമാലി അന്നൽ ഇമാറത്ത, മക്ക നിവാസികളുടെ താമസം മുഴുവനും നീണ്ട് അങ്ങത്തോളം നീണ്ടത്. അപ്പൊ അതെല്ലാം മക്ക തന്നെ. പോപ്പുലേഷൻ അന്ന് കുറെ അധികമായിരുന്നു. നാഗരികത കാലത്ത് തന്തഹി ഇലൈഹി അബുത്തഹ് വരെ നീണ്ടിരുന്നു. ഇത് താക്ക ആ കാലത്ത്. ബൽ എന്ന് മാത്രമല്ല ഹുവല്ലാഹു, ഈ ഇഹ്തിമാല് മാത്രമെന്നല്ല, അങ്ങനെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെയാണ്. എന്തെന്ന് പറഞ്ഞാൽ കമാ യദുല്ലു ലഹു ഖബറു നുസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഹി, നബീന റസൂലുള്ളാഹി മക്കയിൽ ഇറങ്ങി എന്ന് പറഞ്ഞില്ലേ? അന്ന് മക്കയിൽ കാലുകുത്താനുള്ള ഒഴിവ് അബുത്തഹിലാണ്. അപ്പൊ അബുത്തഹും മക്കയും ഒന്ന് തന്നെ അദ്ദേഹത്തെ കണക്കിന്. നുസൂലുൽ അബുത്തഹി ലൈസ ബി സുന്നത്തിൻ, അബുത്തഹിൽ പ്രത്യേകം ഇറങ്ങിയ സുന്നത്തൊന്നും ഇല്ല. ഇന്നമാ നസലഹു റസൂലുള്ളാഹി ലിഅന്നഹു കാന അസ്മഹു ലിഖുറൂജിഹി ഇദാ ഖറജ എന്നാണ്. പോകാനും വരാനുമുള്ള സൗകര്യം കൊണ്ടാണ്. കണ്ടാ, ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. നബിയുനാ റസൂലുള്ളാഹി ഫത്ഹിന്റെ ദിവസം അബുത്തഹിൽ ഇറങ്ങിയില്ലേ? അഖ്റജഹുൽ ബുഖാരി. കൂടാതെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി നൻസിലു ഗദൻ ഇൻഷാ അല്ലാഹ് ബി ഖൈഫ് ബനി കിനാന. ഖൈഫ് ബനി കിനാന എന്ന് പറഞ്ഞാൽ മുഹസ്സബ് അബുത്തഹ്, അവിടെയാണ് ഞങ്ങളുടെ താവളം. ഹൈസു തഖാസമു അലൽ കുഫർ മുഹസ്സബ്. മക്കം ഫതീൻ്റെ അന്ന് നബിയെ ഇറങ്ങിയത് എവിടെയാണ്? മക്കത്താന്ന് പറഞ്ഞിട്ട് മക്കത്താന്ന് അഡ്രസ് കൊടുത്തത് മുഹസ്സബിലാണ്. ഉണ്ട് ആടുന്ന്. അത് അല്ലാന്നില്ല, എന്താ എഹ്തിമാലി അന്നല്ലി ഭാരത്ത അല്ലേ? അത് വേറെയും പറയുന്നുണ്ട്. വായുലൻ അല്ല, കൂടാണ്ട് വേറൊരു കാരണമുണ്ട്. വേറെ ഒരു കാരണവും കൂടിയുണ്ട്. അവിടുന്ന് പറ്റും. വായുലൻ ഫഖത്ത് തഖദ്ദമ തറദ്ദുദുൻ. ഉള്ളിലൊന്ന് വായിക്കി. വായുലൻ ഫഖത്ത് തഖദ്ദമ തറദ്ദുദുൻ ഫീ ഇതിബാരി മുജാവിസി മത്രഹി മുജാവസി മത്രഹി റമാദി. വണ്ണീർ എറിയുന്ന സ്ഥലം വിട്ട് കിടക്കണോ? ജമ്മു കസറാക്കാൻ 2:373 ചോദ്യോത്തരണ്ട്. മൽഅബു സിബിയാൻ കിടക്കണോ? മുസാഫിർ തറഖുസാക്കാൻ മിൻ ഖറിയത്തിൽ ലാ സൂറ ലഹാ. പ്രത്യേകമായ അതിർത്തി പഞ്ചായത്ത് ഇല്ലാത്ത നാടാണെങ്കിൽ ആ നാട്ടിന്റെ വെണ്ണീരെറിയുന്ന സ്ഥലം കഴിയണം. ആ നാട്ടിലുള്ള കുട്ടികൾ കിടക്കുന്ന പ്ലേ ഗ്രൗണ്ട് കഴിയണം എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിയണമെന്ന് പറയുമ്പോൾ അംകനൽ ജവാബു ബിഹ്തിമാലി ഔ ദുഹൂരി അന്നൽ അബുതഹ മിമാലി മക്ക കാന മഹല്ല മാദുകിറ മിൻ മത്രഹി റമാദി വമൽ അബിസിബിയാൻ. എന്താ പറ്റും അല്ലേ? അന്നൽ ഇമാറത ഹാദാ സരീഹുൻ ഫി അന്നൽ മുആബദ എന്ന് പറഞ്ഞ നാടില്ലേ, മക്കയിൽപ്പെട്ടതാണ്. കണ്ടാ? വൽ ഇമാറത്തു ഫീ സമനിനാ മുതജാവിസത്തുൻ അനിൽ മുഹസ്സബീൻ. അതൊന്ന് വായിക്കി. ഇപ്പോഴത്തെ അവസ്ഥ ചെറുവാനിന്റെ അടിയിൽ നിന്ന് രണ്ടാമത്തെ വരി. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചെറുവാനി എഴുതുന്ന കാലഘട്ടം. മുഹസ്സബല്ല, മുഹസ്സബും കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തിപ്പോയി. അപ്പം പിന്നെ മുഹസ്സബ് എന്തായാലും പറ്റില്ല. എന്തായാലും ഹർമിലെത്തുന്നില്ലല്ലോ. ലാഹിർ അലാ അന്നൽ ഇമാറത അൽആന മുത്തസിലത്തുൻ ബിഅവ്വലിഹി. ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇമാറത്തുള്ളത് അല്ലേ? ഫലഹറമ ഖാരിജ ബുന്യാനിഹാ. ഒരുത്തൻ മക്ക ശരീഫിന്റെ പുറത്ത് നിന്നെന്താക്കി? ഏറാൻ കെട്ടി. മക്കയിൽ നിന്ന് കെട്ടേണ്ട ആള്, മക്കയിൽ നിന്ന് കെട്ടാൻ ഉത്തരവാദിയായ ആള് എന്താക്കി? പുറത്ത് നട്ടി. എന്നാലെന്താ അവസ്ഥ? ഇന്നെന്താ അവസ്ഥ? ഈ ഇപ്പം പറഞ്ഞില്ലേ റമാദ് എറിയുന്ന സ്ഥലം, കളിക്കുന്ന സ്ഥലം, അത് ഇബ്നു ഖാസിമിലുണ്ട്. ഇബ്നു ഖാസിം 4-ാം വരി നോക്ക്. അതേ പോയിന്റ് തന്നെ. ഒരുത്തൻ പുറത്തുനിന്നാ കെട്ടിയതെങ്കിൽ
ഫലുഹറമാവത്തെ നേറാൻ കെട്ടി ഖാരിജ ബുഞ്ഞാനിഹ മക്കയുടെ കെട്ടിടത്തിന് പുറത്ത്. അതായത് ഇനി മക്ക ഷരീഫിന്റെ കെട്ടിടം ഒന്നുമില്ല, വെളിയിൽ നിന്ന് കെട്ടി. അതായത് എവിടുന്ന കെട്ടിയത്? അത് ഈ രാജ്യത്തിൽ നിന്ന് മക്കയിൽ നിന്ന് പോകുന്നവർ എവിടെ വെച്ചാണോ ഖസ്റും ജമ്മും ആരംഭിക്കുന്നത്, രണ്ടു പറയലല്ല തുടങ്ങൽ. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോ എവിടെ വെച്ചിട്ടാണോ അവസാനിപ്പിക്കൽ, അവിടെ. അർഫയിൽ നിൽക്കുന്നതിന് മുമ്പ് മടങ്ങി വന്നിട്ടില്ല. മടങ്ങി വന്നിട്ട് തൗബ ചെയ്തിട്ട് മക്കയിൽ കയറിയിട്ടുണ്ടെങ്കിൽ മതി. മുഹരിമായും കൊണ്ട് മക്കത്തുണ്ടായാൽ മതി. എവിടുന്ന് കെട്ടിയത് എവിടുന്നെങ്കിൽ ആയിക്കോട്ടെ, ആവർത്തിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ. അതിനെ കബുലൽ വുഖൂഫായും വേണം. വുഖൂഫിന്റെ ശേഷം ഇനി വന്നാൽ എടുക്കൂല, വന്നതായിട്ട് കൂട്ടൂല. വുഖൂഫിന് മുമ്പ് എന്തായി? തിരിച്ചു വന്നിട്ടില്ല. എന്നാല് അസാ അവൻ തെറ്റുകാരനാണ്, ഹറാമുണ്ടോ എനിക്ക്. വലസിമഹൂദമുൻ എന്ത് വേണം? ഒരു സ്ലോട്ടറി വേണം. മീഖാത്തിൽ നേരാൻ കിട്ടിയിട്ടില്ല. മടങ്ങി വന്നതാണെങ്കിൽ മടങ്ങി വന്നതായിട്ട് കണക്കൂട്ടൊന്നുമില്ല. മീഖാത്തുകളിൽ നിന്ന് കെട്ടണമെന്നൊന്നും ഞമ്മക്ക് അങ്ങനെ നിയമമില്ല. മുഹരിമായും കൊണ്ട് ഈ മീഖാത്ത് മുതൽക്ക് സഞ്ചാരം വരണം. അതിന് ഏതോ മീഖാത്തിൽ പോയിട്ട് കെട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് മടങ്ങി വന്നിട്ട് അങ്ങോട്ട് പോയാൽ മതി, എന്നാലും മതി. എന്നാലും ആവർത്തനത്തിൽ കൂടി മുഹരിമായും കൊണ്ട് ചുറ്റിയില്ലേ, ഇങ്ങനെ പണിയെടുപ്പിക്കാനേ മുറാതുള്ളൂ. കണ്ടാ? അസാഹ അനുസരിച്ച് അസാഹയാണ് ദമവുജൂബുമാണ്, രണ്ടും അല്ലൽ അവ്വലി. നഫ്സ് മക്ക എന്ന മുഅ്തമദെടുത്താൽ ബിഖിലാഫി മാ ഇദാ ആദ മടങ്ങി വന്നു. ഉസൂലിഹി മസാഫത്തുൽ ഖസ്രി, മസാഫത്തുൽ ഖസ്ർ എന്തായി പോയിട്ടില്ല, മടങ്ങി വന്നു. വൈല മസാഫത്തുൽ ഖസ്ർ എത്തിപ്പോയില്ലെങ്കിലോ, മസാഫത്തുൽ ഖസ്ർ എത്തിപ്പോയാലോ സാധാരണ ഓരോ രാജ്യക്കാർക്കും ഓരോ മീഖാത്തില്ലേ, അവിടത്തേക്ക് തന്നെ പോകാൻ ഉത്തരവാദിയാവും. ഇവിടെ വന്നിട്ട് കാര്യമില്ല. മസാഫത്തുൽ ഖസ്ർ എത്തിയാൽ മക്കയിൽ കയറിയ ബന്ധേനില്ല. ഇനി സാക്ഷാൽ ആഫാഖിയാണ്. ഇനി അവരവർക്ക് ഓരോ രാജ്യം നിർണയിച്ചിട്ടില്ലേ, അവിടെ പോയിട്ട് കെട്ടേണ്ടി വരും. ഇങ്ങനെ മക്കയിലേക്ക് തിരിച്ചു വന്നാലും എടുക്കൂല, കാരണം മക്കയുമായിട്ടുള്ള ടച്ച് വിട്ടുപോയി. മസാഫത്തുൽ ഖസ്ർ എത്തിപ്പോയോണ്ട് ഓന് മക്കയിലുള്ള ആളായിട്ട് നമ്മെ പരിഗണിക്കൂല. സാക്ഷാൽ ഓന്റെ രാജ്യത്തിൽ നിന്ന് വരുന്ന അതേ കണക്കാ വരത്ത്. ഇങ്ങനെ ഇസാത്ത് പോകണ്ടെങ്കിൽ എല്ലാത്തിനും എന്ത് വേണം? എന്താ ഇപ്പം വേണ്ടതിന്? അവിടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് അഫാഖിനെ നിശ്ചയിച്ച ഓരോ രാജ്യത്തിന് മീഖാത്ത് നിശ്ചയിച്ചിട്ടില്ലേ, അത്ര തന്നെ വേണ്ടി വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടാ? അഫാഖിന്റെ മീഖാത്ത് തന്നെ അവൻ എന്തായി? എന്നിട്ട് കഥാഖലൂഹു ബഹുവ സരീഹുൻ, ഇത് വിളിച്ചറിയിക്കുന്നു ഫീ അന്നഹു ലാ തക്ഫീഹി മസാഫത്തുൽ ഖസ്ർ. ഒരിടത്തേക്ക് പോയാൽ പോരാ. അല്ല, പൊതുവേ ഉണ്ടല്ലോ മീഖാത്തില്ലാത്തവർക്കെല്ലാം മസാഫത്തുൽ ഖസ്ർ മതിയുന്നുണ്ടല്ലോ അല്ലേ? ഇത് പ്രത്യേക മീഖാത്തുള്ള ആളായിട്ട് തന്നെ നമ്മൾ കൂട്ടൽ ഇവനെ. അപ്പോൾ മസാഫത്തുൽ ഖസ്ർ എത്തി ചുറ്റി നടന്നാലൊന്നും പോരാ. എന്തെന്നെ വേണോ? എന്തെന്നെ വേണോ? മീഖാത്ത് തന്നെ വേണം. പക്ഷേ ഒരു കാര്യം നോക്ക്, മസാഫത്തുൽ ഖസ്ർ സഞ്ചരിച്ചാ പോരാ എന്ന് പറഞ്ഞത് എപ്പോഴാണ്? മായിദാകാന മീഖാത്തുൽ ജിഹത്തി അല്ലത്തി ഖറജ ഇലൈഹാ അബ്അദ മിൻ മർഹലതൈനി. അതാ ഇത് ഏത് സമയത്താണ്? ആഫാഖിന്റെ മീഖാത്ത് തന്നെ വേണം, ഒറിജിനൽ മീഖാത്തിലേക്ക് പോകണം. എന്ത് പോരാ? രണ്ട് മർഹല എനിക്ക് പോയിട്ട് കെട്ടിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയാ? പിന്നെ
മക്കയിലേക്ക് പറഞ്ഞാൽ മക്കാന്ന് കണക്കൊന്നുമില്ല. എവിടെയെങ്കിലും 2 മറുകര പോയിട്ട് കെട്ടി അങ്ങനെയുണ്ടല്ലോ മീക്കാത്ത് കെട്ടല്. അത് ഇവിടെ വിടൂല. എന്തേ? ആ അല്ല മക്കയിലേക്കല്ല, വേറെ എവിടെയെങ്കിലും 2 മറുകര പോയിട്ട് കെട്ടിയിട്ട് വന്നാൽ മതിയാ? പറ്റൂല. പക്ഷേ അന്ന മഹല്ലഹു 2 മറുകര സഞ്ചരിച്ചാ പോരാ എന്ന് പറഞ്ഞത് മീഖാത്തുൽ ജിഹത്തി ആയാൽ അല്ലത്തി ഖറജ ഇലൈഹ ഭാഗത്തുള്ള മീഖാത്ത് അവിടെ നിന്നാണ് അവൻ എന്താക്കിനി ആ അത് അബുദ 2 മറുകരേക്കാണ് അധികം ഉണ്ടെങ്കിലാണ് ഈ 2 മറുകര എവിടെങ്കിലും പോയാ മതിയാവൂല എന്ന് പറഞ്ഞത്. ആ അല്ലെങ്കിലാവും ആ മതി. فيتعين هنا الوصول للميقات أو محاذاته. അല്ല മതിയാകും. അല്ല അതെ, കാരണം തോപ്പിക്കലാവൂലേ അല്ലെങ്കിൽ ആഫാഖീന്റെ മീഖാത്ത് അധികവും ഡിസ്റ്റൻസ് അധികോ 200 കിലോമീറ്റർ. ഇവന് 2 മറുകര 132 കിലോമീറ്റർ. അപ്പൊ മഞ്ഞനല്ലേ? അപ്പൊ ഇതിൽ മീഖാത്തായി അംഗീകരിക്കോ? കണ്ടില്ലേ? ഇപ്പൊ എന്താ വേണ്ടി? ഒന്നിക്കൽ മീഖാത്തിലേക്ക് തന്നെ, ഒറിജിനൽ മീഖാത്തിൽ. അപ്പൊ നേരത്തെ മീഖാത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒറിജിനൽ മീഖാത്ത്. ഇനി അതന്നെ വേണമെന്നില്ല. അത് മുഹാദാത്തു, അതിന്റെ നേരെ മുഹാദാത്ത്. അത് മുഹാദാത്തുഹൂന്ന് എങ്ങനെ വായിക്കല്? മുഹാദാത്തിഹി മജ്റൂറാക്കിയിട്ട് വായിച്ചോ, മീഖാത്തിന്റെ മേലത്ത്. അല്ലെങ്കിൽ റഫ്ആക്ക് ഉസൂലിന്റെ മേലത്ത്. ഒന്നിക്കല് മഹാദാത്ത് വരണം. എവിടെങ്കിലും പോയി നിന്നിട്ട് അതിന്റെ അകത്തന്നെ പ്രവേശിക്കണമെന്നില്ല. അതിന്റെ മഹാദാത്തിൽ എങ്ങനെയായാലും 2 മറുകരേക്കാൾ അധികം കിട്ടിയില്ല ഇവിടെ. അപ്പൊ നേരത്തെ ആഫാഖീന മീഖാത്ത് എന്ന് പറഞ്ഞില്ലേ, അവിടെ ഒന്നും കൂടെ കൂട്ടണം. ആഫാഖീന മീഖാത്ത് എന്ന് പറഞ്ഞ് അവിടെ നമ്മളെ വക ഒന്ന് കൂട്ടണം. മുഹാദാത്തും കൂട്ടണം. മുഹാദാത്തായാലും മതി എന്ന് പറഞ്ഞില്ലേ? ഒന്നിക്കൽ ഒറിജിനൽ മീഖാത്തിന്റെ കയറ്, അല്ലെങ്കിൽ അതിന്റെ മുഹാദാത്തിൽ 4 അതിൽ നിന്നിട്ട് അത് കാണുന്ന രൂപത്തിൽ നിൽക്ക്. അപ്പൊ മീഖാത്ത് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ മീഖാത്ത് തന്നെ ആണോന്നില്ല, അതിന്റെ മുഹാദാത്ത് മതി എന്നായില്ലേ? പറ അലാമർകാലത്തേക്ക് അവന്റെ ഖുറൂജിന്റെ ഭാഗത്ത് നോക്കിയാൽ 2 മറുകര ഉണ്ടാവുള്ളൂ. 2 മറുകര ഔലമ്യക്കുല്ലാമീഖാത്തുൻ, അല്ലെങ്കിൽ ആ സൈഡത്തെന്തില്ല ഇല്ല. എന്നാലും ഇലൈഹിമാന്നും പറയാം, ഇലൈഹാന്നും പറയാം. ഇലൈഹിമാ എന്ന് പറഞ്ഞാൽ എന്താവും? 2 മറുകര. ഇലൈഹ അങ്ങനെയുണ്ട് മസാഫത്തിലേക്ക്. അപ്പൊ എത്ര മതി? അവിടെ വഞ്ചന വരുന്നില്ലല്ലോ. വൈലം യസിൽ ലിഐനിൽ മീഖാത്തി, എത്തണമെന്നില്ല. അതിന്റെ ആവശ്യമില്ല. പിന്നെ അതിൽ മീഖാത്തുള്ളടുത്ത് ഒന്നാം മസലയിൽ മായിദാക്കാന മീഖാത്തു ജിയത്തി ഖുറൂജി അലാ മർഹലത്തൈനിക്ക് ഔലമിക്കുല്ല മീഖാത്താവും പിന്നെ വൈലം യസിൽ ലിഐനിൽ മീഖാത്തി എന്ന് പറയോ? ഇല്ല. അന്നേരം ഒരു ചോദ്യം ഒരു ഉത്തരവ് വന്നേ. മുത്തമത്തിയായിട്ട് ഏറാൻ കെട്ടി നേരത്തെ പോയിട്ട് ഉംറ ചെയ്തിട്ട് 14 ദിവസം ലീവിൽ നിൽക്കുന്നില്ലേ, അവർക്ക് എന്ത് മതി? 2 മറുകര ചുറ്റിയിട്ട് വന്ന എല്ലാം തീർന്ന്, എല്ലാ ഭാഗവും മുറുക്കപ്പെട്ട് അട്ടിനെ നിറക്കണ്ട. എവിടെങ്കിലും 2 മറുകര പോവാൻ ശരിയായ വീക്കാത്തൊന്നും ഉറപ്പ് വരുത്തണ്ട. ഇങ്ങനത്തെ ഒരു നിയമമൊന്നും അവിടെ ഇല്ല. എവിടെ ഇല്ല. എന്താ പിന്നെ ആടെ ഒരു അളവ് കൊടുത്തത്? പറഞ്ഞ മനസ്സിലാക്ക്. തമത്തുവിന്റെ ദമ സാഖിത്തായി ബിൽമറയിലെത്തി മുത്തലക്കൻ സവാങ്കാന ഫീജിയത്തി ഖുറൂജിഹി മീഖാത്തുൻ അബുഹർമിമറയിലെത്തി ആയാലും ശരി അല്ലെങ്കിലും ശരി ഒരു നിയമവും ഇല്ല. 2 മറുകര പോയി വന്നു എനിക്ക് എന്ത് വേണ്ട? 2 മറുകര ദൂരത്തേക്ക് പോകാൻ അവിടെ നേരാ കട്ടി ഇങ്ങോട്ട് വരാൻ. ഇവിടുന്ന് നേരത്തെ അർജന്റ് പോകുന്ന ആൾ അങ്ങനെ ചെയ്യല്.
ഒരു ഉംറാക്ക് കെട്ടിയിട്ട് മക്കയിലുണ്ടാവും. ഇനി ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോകും, 2 മറയില ദൂരത്തിലേക്ക്. ഒന്നുകിൽ ഹജ്ജിന്റെ സ്റ്റേഷനിൽ പോയാൽ മതി, അല്ലെങ്കിൽ 2 മറയില ദൂരത്ത് പോയാലും മതി. ഇങ്ങനെയൊന്നും ഒപ്പിക്കണ്ട. ഇവന്റെ മീക്കാത്തിന്റെ സമമായി എടുക്കണം. അപ്പൊ മീക്കാത്തിന്റെക്ക് ഡിസ്റ്റൻസ് അധികവും 2 മറയില കുറവായ ഈ 2 മറയില പോരാ എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അതെ അതെ. ഇവൻ മക്കയില് ഏറാൻ കെട്ടേണ്ടുന്ന ആള് മക്ക ലംഘിച്ചിട്ട് അവൻ പുറത്തു പോയില്ലേ, അവൻ തോന്നിയ അസാം ചെയ്തത്. അവന് വെറുതെ വിട്ടാൻ പറ്റൂല. എടുക്കുന്ന പണി കണ്ടോ. ഫീഹി അവനിലുണ്ട് ഇസാത്തുൻ, തെറ്റുണ്ട്. വിതർക്കിൽ ഇഹ്റാമിൻ മക്ക ഫശുദ്ദിദ അലൈഹി അക്തർ. തമത്തുവിന്റെ അടുത്ത് ശിക്ഷിക്കുന്നതിനേക്കാണ് കടുകടുപ്പത്തിലേടെ ശിക്ഷിച്ചു. മക്ക വിട്ടിട്ട് പോയാന് ധിക്കരിച്ചിട്ടല്ലേ പോയത്. വലിയ നഹു കൂടാതെ ബിബുഇദിഹി അവൻ ദൂരപ്പെട്ടപ്പോൾ അൻഹ മക്കയെ തൊട്ട് മറയലത്തൈനി ഇൻഖതഅത് നിസ്ബത്തുഹു ഇലൈഹ ഫസാറ കല്ലാഫാഖി. അപ്പൊ ആഫാഖിന് അനുസരിച്ച് പ്രവർത്തിക്കണ്ടേ അല്ലേ? ഇവന് മുത്തവത്തിയായ ആളല്ല. فصار كالآفاقي فتعين ميقات جهته أو هذه. അപ്പൊ അവിടെ തന്നെ വണ്ടി വന്നു. മീക്കാത്ത് കിട്ടുമെങ്കിൽ മീക്കാത്ത് തന്നെ വേണം, അല്ലെങ്കിൽ മഹാദാത്ത്. എന്ത് പോരാ? 2 മറയില. ഇവൻ എന്ന് പറഞ്ഞാല് സാധുവായിട്ട് കുറച്ചൊരു സുഖം എടുത്തത്, നേരത്തെ പോയിട്ട് ഫ്രീ ആയിട്ട് വെറുതെ നിൽക്കല് ഹജ്ജ് വരുന്നവരെ. അപ്പൊ എനിക്കെന്ത് മതി? അതൊരു തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇവൻ നന്ന സുഖാനുഭൂതി എടുത്തത് കൊണ്ട് നമ്മൾ അവനെ പണിയാക്കി തീർത്തതാണ്. 2 മറയില പോയിട്ട് ഇങ്ങോട്ട് വാ അല്ലേ? തമ്പീഹൻ ഒന്നും കൂടെ ഗ്രാൻഡ് ടോട്ടൽ കിടക്ക്. ഈ പറഞ്ഞതിൽ നിന്ന് ബോധ്യപ്പെട്ടു ദൂരെ നിന്ന് വന്ന ആള് അൽ മുത്തവത്തിയ ഉംറക്ക് മാത്രം ഏറാൻ കെട്ടിയിട്ട് ഉംറ ചെയ്തിട്ട് ഹജ്ജിന് കാത്തിരിക്കുന്ന ആള് മുത്തവത്തി. ദുൽഖഅദ ആരംഭത്തിലേ പോകും, എന്നിട്ട് ഇറങ്ങിയ പാട് ഉംറ ചെയ്യും, എന്നിട്ട് പറയൂ 28 ദിവസം കഴിഞ്ഞാൽ എന്തുണ്ട് ഹജ്ജ് വരാനുണ്ട്. അതുപോലെ തിന്നാല് കുടിക്കല് ഉറങ്ങല് ലോഡ്ജില്. അതാ മുത്തമത്തി. തിരിഞ്ഞാ ഹജ്ജിന്റെ സീസൺ പഠിക്കണോ? ഇങ്ങനെ തന്നെ പോവാന് മീഖാത്തിൽ നിന്ന് കെട്ടും. ഇങ്ങനെ പോകുമ്പോ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് കെട്ടിയിട്ട് പോയിട്ട് അവിടെ ഇറങ്ങിയ പാട് തവാഫങ്ങ് ചെയ്യും. പിന്നെ സയ്യം ചെയ്ത് മുടി മുറിച്ചാൽ ഫ്രീ, സെറ്റിൽഡ് ഫ്രീ എന്ന് പറയൂ. ഇത്ര തീയതിയാണ് എന്ത് ഹജ്ജ്. അപ്പൊ അതിന്റെ തലേന്ന് ഒരുങ്ങിയാൽ മതി 10. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഏറാമ് വേറെ കെട്ടിയിട്ട് ഉംറ ചെയ്തോ. ഇപ്പം രാജിയായി, ഇനി ഒന്നുമില്ല. ഇന്ത്യയിലാറുള്ള ഹജ്ജ് മാത്രമാണ്. അപ്പോ ചുറ്റിത്തുന്നപ്പെട്ടതോ എന്തെങ്കിലും ഹറാമാക്കപ്പെട്ടതോ എന്തെങ്കിലും വരോ? സാധാരണ ലോഡ്ജിങ് ആടെ ലൗദഖല മക്ക ഓനവിടെ കയറി ഫറഗ മിൻ അഅമാലി ഉംറതിഹി. എന്നിട്ട് തുമ്മ ഖറജ ബൈനഹു വബൈനഹാ മർഹലത്താനി. ഓൻ 2 മറയില ദൂരത്തേക്ക് ടൂറിസ്റ്റ് ആയിട്ട് പോയി. ചിന്തിക്ക്. എന്നാല് ലസിമഹുൽ ഇഹ്റാമു ബിൽ ഹജ്ജി മിൻ മീഖാത്തിഹി. അവരവർക്ക് പറഞ്ഞ മീഖാത്ത് തന്നെ ഇനി വേണം, ഓനെ വിടൂല. എന്തേ അലാമാ തഖററ നമ്മൾ പറഞ്ഞ അനുസരിച്ച് വൈലാത്ത അയ്യനൽ വസൂലു എന്ന് പറഞ്ഞില്ലേ. അത് ദൂരെ മർഹലത്തൈനി. ഓൻ പോയത് ചെറിയ ദൂരത്താണ്. മക്കയിലെത്തിയാൽ ഓരോ ബന്ധുക്കൾ കൂട്ടിയിട്ട് പോകും. വാ നമ്മളൊക്കെ വാ. അപ്പുറം ഉണ്ട് നമ്മളെ ലാൻഡിങ്. ആടെ വാ ഇവിടെ വാന്ന് പറയും. ഊണും കിട്ടു. എത്രേ സ്ഥലത്ത് കയറ്റി ഇറക്കുന്ന എമ്മേൽ എത്രയാ പോയത്. ഇവിടുണ്ട് ആടുണ്ട് ഉണ്ടെന്ന് പറയും. അടെയോ അവൻ പോയത് 2 മറയിലേക്ക് താഴെയാണ്. എന്നിട്ട് അല്ല ഇഹ്റാമ ബിൽ ഹജ്ജി. എന്താ ഹജ്ജിന് ഏറാൻ കെട്ടാൻ തോന്നി. ഹജ്ജ് സീസണായി. എന്താ വേണ്ടി? കാരണം അവൻ ഇപ്പോഴും ഒരു മക്കീന്റെ ഒരു അനുഭൂതിയിലാ ഉള്ളത് പോലും. 2 മറയിലയിൽ താഴെ അവൻ ഉലാത്തിയത് കൊണ്ട് ആ 2 മറയിൽ താഴെ ഉള്ളത് ഒരു ദൂരായിട്ട് കൂട്ടണ്ട, നാട്ടുകാരനായിട്ട് കൂട്ടിയാ മതി. അപ്പൊ അവന് ഏടെ തന്നെ കയറിയിട്ട് കെട്ടിയാ മതി. ബൽ
മാത്രമല്ല ലൗ അഹ്റമ മിൻ മഹല്ലിഹി, ഓനുള്ള സ്ഥലത്ത് നിന്ന് കെട്ടിന്ന് വെച്ചോ, 2 മല താഴെയുള്ള ആ നാട്ടിൽ നിന്ന് എന്താക്കി കെട്ടിയെങ്കിൽ തന്നെ ലസിമഹു ദുഖൂലുഹാ ഖബ്ലൽ വുഖൂഫി, ഒന്ന് പഞ്ചിങ് വേണം. എടെ ആ എന്തിനു മുമ്പ് നമ്മളെ ഈ ഇഹ്റാം ഒന്ന് ശരിയായ സ്പോഞ്ച് ആക്കാൻ വേണ്ടി. അവിൽ വുസൂലു ഇലൽ മീഖാത്തി ഔ മിസ്ലിഹി, അല്ലെങ്കിൽ ഒറിജിനൽ മീഖാത്തിലേക്ക് ഒന്ന് പഞ്ചിങ് ആകണം, അല്ലെങ്കിൽ ഒറിജിനൽ മീഖാത്തിലേക്കുള്ള ദൂരത്തിൽ വേറെ എവിടെയെങ്കിലും പോയാൽ മതി. തിരിഞ്ഞില്ലേ? റൗളയിലുണ്ട് ഇദാകാന മീഖാത്തുൽ മുത്തമത്തിയിൽ ആഫാഖിഹി, ദൂരെ നിന്ന് വന്ന ആളുടെ മുത്തമത്തിയായ ഇദാകാന ആയാൽ മീഖാത്തുൽ മുത്തമത്തി അൽ ആഫാഖിഹി, ദൂരെ നിന്ന് വന്നയാളുടെ മീഖാത്ത് എന്തായി മക്ക, അതേ സമയത്ത് ഫഹറമ ഖാരിജഹ, എന്നാൽ ലസിമഹു ദമുൽ ഇസാഅത്തി അയ്ളൻ, ലസിമഹു അവന് നിർബന്ധമാണ് ദമുൽ ഇസാഅത്തി, ഇപ്പം ലംഘിച്ചില്ലേ ആ ദമു വേണം. അയ്ളൻ തമത്തുവിന്റെ ദമിന് പുറമെ മുത്തമത്തിയായി എന്ന് പറഞ്ഞ തന്നെ ഒരു കാരണം. ആ അതിന് പുറമെ എന്ത് വേണം? മാലം യൗദലി മക്കാദ്, ഇലാ മക്കാന്നർത്ഥം. ഇവർ ഇല കൊടുക്കില്ല, ലാമൻ മടങ്ങിയിട്ടില്ലെങ്കിൽ നേരത്തേക്ക് ഔലിൽ മീഖാത്തി ഔ മിസ്ലി മസാഫത്തിഹി വഹുവ സരീഹുൻ ഫീമാ ദക്കർതുഹു. അപ്പൊ ഞാൻ പറഞ്ഞതേ സ്റ്റൈൽ തന്നെയല്ലേ ഓർമ്മ വന്നത്? ഞാൻ പറഞ്ഞത് അണുവളവ് വ്യത്യാസം ഉണ്ടായിപ്പോ ഞാൻ ഹൗലുഹുലിൽ മീഖാത്തി എന്ന് പറഞ്ഞില്ലേ? ഔലിൽ മീഖാത്തി, അതേതാ മീഖാത്ത്? ഔലിൽ മീഖാത്തി മാലം യഉദലി മക്ക ഔലിൽ മീഖാത്തി, അത് യുഹമലു അലാ മാ ഹമൽതു അലൈഹി ഖൗലഹു, ഞാൻ മറ്റുള്ളവരുടെ കൗല് ചുമത്തിയില്ലേ അതേപോലെ ഇവിടെയും ചുമത്തണം. ഈ മീഖാത്ത് ഏതാണ്? യുഹമലു അലാ മാ ഹമൽതു അലൈഹി ഖൗലഹു മീഖാത്തുൽ ആഫാഖിയീൻ എന്നാണ് അതിന്റെ ഉദ്ദേശം. ഔലിൽ മീഖാത്തി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ മീഖാത്താണത്, തിരിഞ്ഞില്ലേ? ആ രണ്ടെടുക്കട്ട. വഅമ്മാ ഗൈറുഹു, വഅമ്മാ ഗൈറുഹു അല്ലേ ഉള്ളത്? ആ എന്താണ് വഅമ്മാ ഗൈറുഹു? മക്കയിലില്ലാത്തവൻ, ആ മക്കന്റെ ഭാഗത്തിൽ നിന്നല്ല വരുന്നത്. എന്നാൽ ഫമീഖാത്തുൽ മുതവജ്ജിഹി മിനൽ മദീന, മദീനയിൽ നിന്ന് കയറി വരുന്ന ആളുടെ ഹജ്ജിനും ഉംറക്കുമുള്ള മീഖാത്ത് ദുൽഹുലൈഫ. അജീബായ പള്ളി കാണും അവിടെ, ഇഹ്റാം പള്ളി ദുൽഹുലൈഫ എന്ന് പറഞ്ഞിട്ട് ആകാശം മുട്ടാൻ അവിടെ ഇത് കാണും. ലക്ഷക്കണക്കിന് വാഹനങ്ങൾ അവിടെ തമ്പടിച്ചിട്ടും കാണും. അവിടെ കയറും മദീനയിൽ നിന്ന് പുറപ്പെട്ടാൽ ശേഷം മാറുമ്പം തന്നെ ഒരു ഗീർ മാറ്റൽ രംഗത്തു ദുൽഹുലൈഫ, വെൽക്കം ടു ദുൽഹുലൈഫ മീഖാത്തുൽ ഇഹ്റാം ലിൽ ഹജ്ജി വൽ ഉംറ. മദീനന്റെ ഭാഗത്തിൽ നിന്ന് ഏത് കുട്ടി കടന്നു വന്നാലും ദുൽഹുലൈഫയിൽ നിന്നാണ് എന്താക്കേണ്ടി. ദുൽഹുലൈഫ ഇൻസലക തരീഖഹ, ഇന്റർനാഷണൽ ഹൈവേ നടക്കുമെങ്കിൽ വൈലാബിയാൻ സലക്ക തരീഖൽ ജുഹ്ഫ, കട്ട് റോഡ് ഉണ്ട്, മെയിൻ റോഡ്. എന്നാ ഫയ്യ മീഖാത്തുഹു, ഒരിക്കൽ ജുഹ്ഫയാണ് എന്ത് ഇമറാബി ഐനിൽ ജുഹ്ഫ, അതേ ഹള്ളി പ്രദേശം കിട്ടും. അതിലേക്കൂടെ ഇപ്പം ബസ്സൊന്നും അടവില്ല. എല്ലാ വാഹനങ്ങളും അല്ലെങ്കിൽ ഇത്തിലാക്ക് പറഞ്ഞാൽ ദുൽഹുലൈഫയിൽ കൂടി ഇങ്ങനെ നേരെ തന്നെ പോക്കാണ്. അത് പോകുന്ന കാണുമ്പോൾ തടഞ്ഞു നോക്കുകയും ചെയ്യും, എന്താ ഇവിടെ ഇറങ്ങാണ്ട് എന്താ പോയത്, പോകാൻ വിടൂല. ഇനി അഞ്ചിന് വന്നതല്ലേ, നാട് കാണാൻ വന്നതാ, എന്തറിഞ്ഞിട്ടാ പോയത്. പോലീസുകാർ തടയുന്നുണ്ട്. കാണാൻ പള്ളി ദുൽഹുലൈഫ. ഇതെങ്ങനെ ഇങ്ങനെ പേര് വന്നത്? ദുൽഹുലൈഫ തസ്ഗീറു അൽ ഹലഫ, ആൽഫ മരം, ആൽഫ ബിഫത്ഹി അവലിഹി, അവലൈഹി എന്നാണ്, ബിഫത്ഹി അവലൈഹി. ഹലഫ ഹലഫ വാഹിദത്തു അൽ ഹൽഫ നബാത്തുൻ മഅറൂഫ്, അറിയപ്പെട്ട ഒരു ചെടിയാണത്. വഹുവൽ മുസമ്മ അൽആന ബിഅബിയാർ അലി,
ആ സ്ഥലത്തിന് ഇപ്പോൾ പേര് അബിയാർ അലി എന്നാണ്. ദുൽഹുലൈഫക്ക് അബിയാർ അലി, അലിബിൻ അബി താലിബിന്റെ കിണർ. എന്തിനാ? കാരണം അള്ളാഹു അബിയാർ അലി ലീസാമിൽ അഹമ്മത്തി, വിവരം കേട്ടവർ പറയുന്നു അന്നഹു ഖാതലൽ ജിന്ന, ജിന്നുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്, ജിന്നിനെ പാളീസാക്കിയിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട്, ഈ സ്ഥലത്ത് വെച്ചിട്ട്. അങ്ങനെ പറഞ്ഞ ഐതിഹ്യാന്നത് തിരിഞ്ഞാ. അതേ സമയത്ത് വല അസ്ലലഹൂന്നാണ്. എന്തില്ല? ഇല്ല. അലീബിൻ അബി താലിബ് ആടെ പങ്കെടുത്തിട്ടുണ്ട്, ബോർവെല്ല് കുഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അബിയാർ അലി എന്ന് പറഞ്ഞു. അല്ലാണ്ട് ജിന്നുകളെ കണ്ടുപോലും ഇതിന് പോരാട്ടം നടത്തി ജിന്നുകളെ മലത്തിക്കടത്തി എന്നെല്ലാം പറയും. ഇങ്ങനെയല്ല ഉണ്ടാവും. അലാനഹവി സലാസത്തി അംയാലിൻ മിനൽ മദീന, 8 കയം, 8,250. ബസ് തിരിക്കുമ്പോൾ തന്നെ കാണുന്നത് എല്ലാം പഠിക്കാൻ തന്നെ വേണം. ആ ഭാഗത്ത് പോയിട്ട് മദീനയിൽ നിന്ന് പോന്ന് റെഡി 8:15 എത്തുമ്പോൾ ഇത് കാണാൻ തുടങ്ങും. അപ്പോൾ ചെല്ലേണ്ടത് ഔറാദ് എല്ലാം ഞമ്മ ഇതാ ഇവിടെ കിശ ഇങ്ങനെ വെക്കലാണ്. കണ്ടക്ടർമാർ മതി ഓരോ സ്ഥലത്തു നിന്ന് ചെല്ലേണ്ട ലീസ്റ്റല്ലോ. അമീറായി പോകുമ്പോൾ ഇങ്ങനെ എല്ലാം പോകണം. 8:15 8:15 ഇല്ല.